നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ഞാനിവിടെ 4 ബോയിൽ ചെയ്ത എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ കണ്ടിച്ചിട്ട് ഇതിൻ്റെ നടുഭാഗം ആ യെല്ലോ ഭാഗം നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്കിതിൽ ആവശ്യമില്ല. എന്നിട്ട് ഈ വൈറ്റ് പോർഷൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ പീസസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊട്ടും ചേർക്കരുത്, കാരണം നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ട് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കാം. ഇത് കുറച്ച് സ്റ്റിക്കിയാണ്, കൈയും കൊണ്ട് എടുക്കുമ്പോൾ ഒട്ടും. അതുകൊണ്ടിട്ടാണ് സ്പൂണിലെടുത്തിട്ട് ഇടുന്നത്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പകുതി ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർക്കുന്നുണ്ട്. ഓപ്ഷണൽ ആണ്, ഇട്ട ടേസ്റ്റിയാണ്. ഈ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ
സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഒരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റിലൂടെ അഭിപ്രായം അറിയിക്കണം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Please like, share, comment my videos and subscribe my channel. Thank you.